കഴിഞ്ഞ 10 വർഷങ്ങളിൽ തുടർച്ചയായി ഭരണത്തിലിരുന്ന മോദിയുടെ BJP സഹസ്ര കോടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BJP മാത്രമല്ല, BJPയുടെ MLAമാരും MP മാരുമെല്ലാം അവരുടെ സമ്പാദ്യം 10 ഇരട്ടിയും 100 ഇരട്ടിയുമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ വ്യക്തമായി തുറന്നു കാണിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജീവ് രഞ്ജൻ നടത്തുന്ന ഇന്റർവ്യൂ കണ്ടോളൂ. ന്യൂസ് 24ൽ മാഹോൽ ക്യാ ഹെ എന്ന വളരെ ഫേമസ് ആയ പരിപാടി നടത്തുന്ന സത്യസന്ധനായ വ്യക്തിയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജീവ് രഞ്ജൻ. ഇവിടെ മറ്റൊരു മാധ്യമപ്രവർത്തകനുമായുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളൂ. भारतीय जनता पार्टी के 700 जिलों में 500-600 जिलों में हर जिले में 5 करोड़ से ऊपर का पार्टी का दफ्तर बना है. नई जमीन खरीद के नए दफ्तर बने हैं. वो कब 2014 से 24 के बीच में. രാജ്യത്ത് 700-ൽ പരം ജില്ലകൾ ഉള്ളതിൽ 500-ലധികം ജില്ലകളിൽ ഓരോന്നിലും 5 കോടിയിലധികം ചിലവഴിച്ച് പണിത പാർട്ടി ഓഫീസുകൾ BJPക്കുണ്ട്. പുതിയ ഭൂമി വാങ്ങിച്ച് പണിത പുതിയ ഓഫീസുകൾ ഇതെല്ലാം 2014-ലും 2024-ലും ഇടയ്ക്ക് നിർമ്മിച്ചവയാണ്. तो 600 जिलों में मान लो 500 में ही बने हो. 6 करोड़ 7 एक 1200 स्क्वायर फीट का घर खरीदने में तो 60 लाख 70 लाख 1 करोड़ रुपए मिल रहे हैं. 700 ജില്ലകളിൽ അല്ല 600 കൂട്ടിക്കോ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 ജില്ലകളിൽ മാത്രമേ ഇത്തരം പുതിയ ഓഫീസുകൾ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് വെച്ചോളൂ. 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വാങ്ങിക്കുന്നതിന് 60-70 ലക്ഷം അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപയെ ചെലവാകും. तो हजारों वर्ग फीट में इतनी आलीशान बिल्डिंगें, सेमिनार हॉल, एयर कंडीशनड और इतने फर्नीचर, वो 10 करोड़ 8 करोड़ से कम होंगे. अगर 8-10 करोड़ का एक पार्टी का दफ्तर BJP का है तो 500-600 जिलों में जोड़ लो कितना हो गया? हजारों करोड़. അപ്പോൾ ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മനോഹരമായ വലിയ ബിൽഡിംഗിൽ വലിയ സെമിനാർ ഹാളും എയർ കണ്ടീഷനിങ്ങും ഫർണിഷിങ്ങും എല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് 8-10 കോടി രൂപ ചിലവ് വരും. അങ്ങനെ ഓരോ പാർട്ടി ഓഫീസിനും 8-10 കോടി രൂപ ചെലവഴിക്കുമ്പോൾ 500-600 ജില്ലകളിൽ പാർട്ടി ഓഫീസുകൾക്കായി എത്ര സഹസ്ര കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. ആയിരക്കണക്കിന് കോടി രൂപ. 6000 करोड़ कहां से आए? 5000 करोड़ चंदा से. तो चलो चंदा ही से आए. അതെ, മിനിമം 6000 കോടി രൂപ. എവിടെ നിന്നാണ് ഇത്ര വലിയ തുക വന്നത്? കോഴയിൽ നിന്ന്. ഇതെല്ലാം കോഴപ്പണമാണ്. इलेक्ट्रल बॉन्ड्स हैं. हाँ, तो और अकेले BJP का जो नेशनल हेडक्वार्टर है, हाँ, जो दीनदयाल मार्ग वाला, और उसके सामने जो अभी बना है, हाँ. कोई अंधा भी देख के कह देगा कि ये हजारों करोड़ का प्रोजेक्ट. वो तो 5 स्टार होटल जैसा लगता है, कभी आप निकलो वहां से. ഇലക്ടോറൽ ബോണ്ടിൽ നിന്ന്. അതുപോലെ BJPയുടെ ദേശീയ ഹെഡ്ക്വാർട്ടേഴ്സ് ദീൻദയാൽ മാർഗിലുള്ളത്. പിന്നെ അതിന്റെ അടുത്ത് നിർമ്മിച്ചിട്ടുള്ള ബിൽഡിംഗ് ഏത് കണ്ണുപൊട്ടൻ നോക്കിയാലും മനസ്സിലാകും ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന്. ഒരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ മുന്തിയതാണ് അത്. तो हजारों करोड़ का प्रोजेक्ट, तो ये कहाँ से आ रहा है सब? तो चंदे से आ रहा होगा. 10-10 रुपया भारतीय जनता पार्टी के सदस्य दे रहे होंगे. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ്. എവിടെ നിന്നാണ് ഈ പണമൊക്കെ വന്നത്? ഇതെല്ലാം കോഴപ്പണം കൊണ്ട് നിർമ്മിച്ചതാണ്. സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കോഴപ്പാർട്ടി BJP ആണ് എന്ന്. ജനങ്ങളുടെ സഹസ്ര കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ അവർ കൊള്ളയടിച്ചത്. അതുപോലെ നെഹ്റു മുതലുള്ള കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടാക്കിവെച്ച രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഗുജറാത്തി അദാനിക്ക് ചുളുവിലയ്ക്ക് കൊടുത്ത് അയാളുടെ ആസ്തി 400 ഇരട്ടിയായിട്ടാണ് മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ വർദ്ധിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിലെ അദാനിയുടെ മുതലിൽ ഉണ്ടായ വർധനവ് 40,000%. കഴിഞ്ഞ 70 വർഷങ്ങളിൽ ഭൂരിഭാഗം സമയവും ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് വെറും 168 കോടി രൂപ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി മാത്രം ഭരിക്കുന്ന മോദിയുടെ BJPയുടെ ബാങ്ക് ബാലൻസ് 5000 കോടി രൂപയോളമാണ്. രാജീവ് രഞ്ജൻ പറഞ്ഞതുപോലെ ഏത് കണ്ണുപൊട്ടനും എത്ര കുറഞ്ഞ ബുദ്ധിയുള്ളവനും മനസ്സിലാവും മോദിയും കൂട്ടരും രാജ്യത്തെ ജനങ്ങളെയും കട്ടുമുടിക്കുകയാണ് എന്ന്. എന്നാൽ ഭക്തന്മാർക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അവർ പഞ്ഞം കിടന്നിട്ടായാലും മോദി വിളിക്കുന്നതിനും മോദിയുടെയും കൂട്ടരുടെയും അധികാരം കാക്കുന്നതിനും സ്വന്തം ജീവനും കുടുംബവും നോക്കാതെ ഏതറ്റം വരെ പോകുന്നതിനും തയ്യാറാണ്.